ഇതെന്താ ഒരു മഴയാ? ആഗസ്റ്റില് മഴ തുടങ്ങിയാലില്ലേ എപ്പം ദുരിതം ഉണ്ടാവില്ലേ. ഇതെന്ത് മഴയാ, ഭയങ്കര ഇടങ്ങാറല്ലേ. നീ എടി ആറിയിടെല്ലാം ചെയ്യാ? ഞാൻ അങ്ങോട്ട് അത്തോടെ എല്ലാം കൂടി ആറിയിടുന്നല്ലേ. എന്റെ ഒന്നും അറിഞ്ഞില്ല. ആ ഫാൻ ചോട്ടിലെല്ലാം ഇട്ട് ഇങ്ങനെ ഉണക്കി എടുക്കുകയാണ്. എവിടെയല്ല വെള്ളപ്പൊക്കെല്ലാം വന്ന് ഇന്നലെ കണ്ടിക്കെന്തല്ലോ കളി. അക്കണക്കിന് നമ്മളെല്ലാം നല്ല ഭാഗ്യം ചെയ്തോല. അതാണ്. ഹലോ, ആ ഓ ഞാള് വന്നിക്കേ മെന്നാന്ന്. ശിങ്കാരി മേളത്തിന് പൂപ്പണാ ബിന്ദു. അത് ഞാളെ കൂട്ടത്തിലുള്ളതാ. ആന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ പറയാട്ടോ. ഓക്കെ, താങ്ക് യു. അതാരും വിളിച്ചേ? അത് നമ്മളന്ന് ശിങ്കാരി മേളത്തിന് പോയിക്കില്ലേനാ, അന്നത്തെ കൂപ്പൺ അടിച്ചിക്ക് ബിന്ദുവിന്. ഉയിന്റെ പടച്ചോനെ, ഇതിപ്പോ എങ്ങനെയാ പറയാ? അത് നേരെ ഓക്ക് ഇങ്ങനെ പ്രഷറെല്ലാം കൂടുന്ന. സന്തോഷം വന്നാലും ഓള് ബോധം കെട്ടു, സങ്കടായാലും. ഇതിപ്പോ എങ്ങനെയാ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കുക? ഇപ്പൊ നമ്മളെ കൗൺസിൽ ചെയ്യുന്ന ഷീബ ഡോക്ടറില്ലേ, 30 അടുക്ക ഒന്ന് കൂട്ടിയിട്ട് പോയാലോ? അതാ നല്ല. എന്നാല് അങ്ങനെ നോക്കാം. അല്ലാണ്ട് പറഞ്ഞാലൊന്നും നോക്ക ഓള് ചിരിച്ച് ബോധം കെട്ടു പോകും. ആ ഡോക്ടർ ആകുമ്പോ പിന്നെ അതിന്റെ രീതിയിലങ്ങ് കൈകാര്യം ചെയ്തോളൂ. അതാ നല്ല. എന്നാല് പിന്നെ ഡോക്ടറോട് ഞാൻ ഇനി വരുമ്പോഴത്തേക്ക് എല്ലാം പറഞ്ഞ് റെഡിയാക്കാം. ഇനി ഓളൊരു നയത്ത് പറഞ്ഞം കൂട്ടണം. ഇതിപ്പോ എന്താ പറയപ്പോ? അത് എന്റെ ഒരു ഇതിൽ അങ്ങ് പറഞ്ഞം കൂട്ടിക്കോ. ആയിക്കോട്ടെ, എന്നാ ഞാൻ അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പത്തെ ഞാൻ ഇവിടെ എല്ലാം പറഞ്ഞ ഓക്കെ ആക്കാം. ആയിക്കോട്ടെ. ബിന്ദേച്ചി, ഇതെന്താ കിടക്കുന്നേ? ഞാൻ ഇവിടെ കിടന്ന് എനിക്ക് തലയിൽ തീറ്റുമോളെ, എന്തോ ഒരു തലയിറ്റല്. പള്ളീന്റെ അടുത്തേക്ക് പോകാൻ നോക്കിയതന്നെ പെട്ടെന്ന് എനിക്ക് തലകർക്കം വന്നു. ബാലൻസിന്റെ പ്രശ്നം നോക്കൂ, എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതെന്തായാലും നന്നായിക്കില്ലേ. ഞാൻ എന്തായാലും കൊണ്ടുപോകാൻ നോക്കിയല്ലേ, മൂപ്പരെന്നെ ഇങ്ങോട്ട് പറഞ്ഞല്ലേ വേഗം എന്നാലും ആശുപത്രിയിൽ പോവാ. നമ്മളെന്നാ പോവാ ആശുപത്രിയിലേ? എന്നാ നമ്മള് ആശുപത്രിയിൽ പോവാ, പ്രഷറിലൊന്നും നോക്കാലോ. പിന്നെ നല്ലല്ലേ? അതാ നല്ലേ. നല്ല തലകർക്കം. ക്ഷീണം ഇടയ്ക്കിടയ്ക്ക് വരുന്നല്ലേ. എന്തായാലും വന്നത്? അത് ഡോക്ടറെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബിന്ദു. പിന്നെ ഞങ്ങള് മെന്നാന്നൊരു ശിങ്കാരി മേളത്തിന് പോയിരുന്നു. ഇപ്പൊ ഷോപ്പിന്റെ ഉദ്ഘാടനോ, അപ്പൊ ഒരു കൂപ്പണെല്ലാം കൊടുക്കുമല്ലോ. അപ്പൊ ഞങ്ങള് കൂപ്പൺ പൂരിപ്പിച്ചിട്ട് 30 ഒരു സ്വർണ്ണ നാണയം ഫസ്റ്റ് പ്രൈസ് അടിച്ചിക്ക്. അപ്പൊ അത് അവളെന്തേലും പറഞ്ഞാലോ, അങ്ങനെ എന്തേലും സന്തോഷവും സങ്കടമെല്ലാം വരുമ്പോ വേഗം ബോധം കെട്ടുപോകും, BP എല്ലാം കൂടും. അപ്പൊ അതൊന്ന് ഡോക്ടർ ഒന്ന് നയത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഒരാളെയും അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരും. അത് ഡോക്ടർ അതിൻ്റെതായ രീതിയിലൊന്ന് ചെയ്തു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. വലിയൊരു ഉപകാരമാവും. അത് നമുക്ക് വേണ്ടിയ പോലെ കൈകാര്യം ചെയ്യാം. നിങ്ങൾ ആളെ കൊണ്ടുവരണം. അപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നിങ്ങളെ പേരെന്താ? എന്റെ പേര് ബിന്ദു. ഇതാ നേരത്തെ അവര് വന്ന് പറഞ്ഞ കക്ഷി. എന്താ ബിന്ദുവിന് പറ്റിയേ? ബിന്ദുവിന് എന്താ ഒരു ടെൻഷൻ? അത് ഡോക്ടറെ, സങ്കടം വന്നാൽ സന്തോഷം വന്നാൽ എല്ലാം പിന്നെ വേഗം ഓൾക്ക് ബേജാറാ. അതിപ്പോ കൊണ്ടുവന്നത് ഭയങ്കര ക്ഷീണാണോ അല്ലെ, അങ്ങനെ കൊണ്ടുവന്നതാ. ബിന്ദു എന്തോ കലാപരമായിട്ടുള്ള പരിപാടിക്കൊക്കെ പോക്കുണ്ടോ? കലാപരമായിട്ടുള്ള പരിപാടി വെച്ചാല് ഞാൻ ശിങ്കാരി മേളത്തിനൊക്കെ ഇടയ്ക്കൊക്കെ പോക്കുണ്ട്. ഇപ്പൊ 2 ദിവസം മുന്നേ ശിങ്കാരി മേളം ഉണ്ടായിരുന്നു, അതിന് പോയിക്ക്. ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ ബിന്ദു. ബിന്ദുവിന്റെ മുഖം നോക്കി ഒരു ടെൻഷൻ ഉണ്ട്. പോല് പറഞ്ഞത് കേട്ടില്ലേ, പിന്നെ തലചുറ്റി വീണിട്ടാ കൊണ്ടുവന്നുള്ളത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ ശിങ്കാരി മേളയ്ക്കൊക്കെ പോകുന്നല്ലേ പറഞ്ഞേ, കലാപരമായിട്ടൊക്കെ പോകുന്ന ആളാ. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? സന്തോഷം വന്നാൽ സങ്കടം വന്നാൽ എല്ലാം നമ്മൾ തരണം ചെയ്ത് പോണോ, അതല്ലേ നമ്മള് മനുഷ്യർ ചെയ്യാ. പിന്നെ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പവന്റെ ഒരു കൂപ്പൺ അടിച്ചെന്ന് വെച്ചോ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? സന്തോഷിക്കല്ലേ വേണ്ടിയത്? എനിക്ക് കൂപ്പൺ അടിക്കാനോ ഒരു പവന്റെ സാധനോ? എനിക്ക് അങ്ങനത്തെ ഭാഗ്യമൊന്നുമില്ല ഡോക്ടറെ. എന്റെ കയ്യിൽ നിന്ന് പോകാനാണ് എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു പരിപാടിയും ഇല്ല. അഥവാ അങ്ങനെ അടിച്ചിട്ടുണ്ടേ എനിക്ക് കിട്ടുന്ന തീർത്തും ഡോക്ടർ അങ്ങ് തരൂ. അവരൊന്ന് പറയുന്ന ഇത് അതിനിപ്പോ എന്താ? നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് ബിന്ദു. ഇത്രയായ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ബിന്ദു മെന്നാന്ന് ശിങ്കാരി മേളയ്ക്ക് പോയിക്കില്ലേ, അവിടുന്ന് ഒരു കൂപ്പൺ എടുത്തിക്കില്ലേനോ, അതിൽ 1 പവന്റെ ഒരു സ്വർണ്ണ നാണയം ബിന്ദുവിനാണ് അടിച്ചത് കേട്ടോ.
ഡോക്ടർ എന്നാ പറഞ്ഞേ? ഒരു പവന്റെ സാധനം എനിക്ക് അടിച്ചിരിക്കുന്ന. ഞാൻ നേരത്തെ ഡോക്ടറോട് പറഞ്ഞൊക്കെ തിരിച്ചും കെടുത്തി കിട്ടാ. ഞാൻ പോട്ടെ.